പലരും ഇതുപോലെ ക്രിയാറ്റിൻ കട്ട പിടിച്ചാൽ ചിന്തിക്കുന്നത് ക്രിയാറ്റിൻ ഡാമേജ് ആയി അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് ആണ്. ഇത് ഈസി ആയിട്ട് മോയ്സ്ചർ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറിനെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും. ഓരോ തവണ നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തോട്ട് എയർ വരുന്നുണ്ട്. സോ അതിലുള്ള മോയ്സ്ചർ വളരെ ഈസി ആയിട്ടാണ് ക്രിയാറ്റിൻ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കട്ട പിടിച്ചിട്ട് ഇതുപോലുള്ള സ്റ്റോൺ പോലെ ആയി മാറും. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ആരും പേടിക്കേണ്ട കാര്യമില്ല. ക്രിയാറ്റിൻ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ ക്രിയാറ്റിന്റെ എഫക്റ്റീവ്നെസ് പറയുന്നില്ല അൺടിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ബാഡ് സ്മെല്ല് വരുന്നവരെ. ആൻഡ് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങൾ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഈ ഒരു ക്രിയാറ്റിൻ നിങ്ങൾ എപ്പോഴും യൂസേജ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർലി ക്ലോസ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ. മിക്സ് ചെയ്യുന്ന സമയത്ത് സിംപിളി ബ്രേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം. ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തിട്ട് തന്നെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. സോ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി കിട്ടും. ഈ ചൂടുവെള്ളത്തിലോട്ട് ഞാൻ ഈ കട്ട പിടിച്ച ക്രിയാറ്റിൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയി. ഓക്കെ, ഇതുപോലെ കൂടുതൽ ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഐ വിൽ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.